ഓം ശാന്തി 22/2/2026 അവ്യക്ത ബാപ്ദാദ മധുബൻ റിവൈസ് കോഴ്സ് 5/2/2009. മുരളിയുടെ ടൈറ്റിലാണ് സേവനം ചെയ്യുമ്പോൾ ഡബിൾ ലൈറ്റ് സ്ഥിതിയിലൂടെ ഫരിഷ്ത സ്ഥിതിയുടെ അവസ്ഥയിൽ ഇരിക്കൂ. അശരീരിയാകുന്നതിന്റെ അഭ്യാസം ചെയ്യൂ. ഇന്ന് ബാപ്ദാദ നാനാഭാഗത്തുമുള്ള കുട്ടികളുടെ 3 രൂപങ്ങളാണ് കാണുന്നത്. ബാബയുടെ 3 രൂപങ്ങളെ അറിയുന്നത് പോലെ കുട്ടികളുടെയും 3 രൂപങ്ങൾ കാണുകയാണ്. അത് ഈ സംഗമയുഗത്തിന്റെ ലക്ഷ്യവും ലക്ഷണവുമാണ്. ആദ്യ സ്വരൂപം ബ്രാഹ്മണനാണ്, രണ്ടാമത്തേത് ഫരിഷ്ത, മൂന്നാമത്തേത് ദേവതയാണ്. ബ്രാഹ്മണനിൽ നിന്ന് ഫരിഷ്തയാകുന്നു, ഫരിഷ്തയിൽ നിന്നും ദേവതയാകുന്നു. അപ്പോൾ വർത്തമാന സമയത്ത് പ്രത്യേകമായി ഏത് ലക്ഷ്യമാണ് മുന്നിൽ ഉള്ളത്? ഫരിഷ്തയാകാതെ ദേവതയാകാൻ കഴിയില്ല. വർത്തമാന സമയവും സ്വന്തം പുരുഷാർത്ഥവും അനുസരിച്ച് ഇപ്പോഴത്തെ ലക്ഷ്യമാണ് ഫരിഷ്ത ആകുക. സംഗമയുഗത്തിന്റെ പൂർണ്ണ സ്വരൂപം ഫരിഷ്തയും ദേവതയുമാകുക എന്നതാണ്. ഫരിഷ്തയുടെ നിർവചനം അറിയാം. ഫരിഷ്ത എന്നാൽ പഴയ ലോകത്തിന്റെ സംബന്ധവും സംസ്കാരവും സങ്കല്പങ്ങളിൽ നിന്നും ലാഘവത്വം. പഴയ എല്ലാ സംസ്കാരങ്ങളിലും ലാഘവത്വം വേണം. നിങ്ങളുടെ സംസ്കാര സ്വഭാവത്തിൽ ലോകത്തിൽ ലാഘവത്വമല്ല. ഫരിഷ്തയുടെ അർത്ഥമാണ് സർവരുടെയും ബന്ധത്തിൽ വരുമ്പോഴും സർവരുടെയും സ്വഭാവ സംസ്കാരങ്ങളോട് ലാഘവത്വം. ഈ ലാഘവത്വത്തിന്റെ അടയാളം എന്താണ്? ആ ഫരിഷ്ത ആത്മാവ് സർവരുടെയും പ്രിയപ്പെട്ടവരായിരിക്കും. ചിലരുടെ മാത്രം സ്നേഹമല്ല, എല്ലാവർക്കും പ്രിയപ്പെട്ടവർ. ഏതുപോലെ എല്ലാവരും ബ്രഹ്മബാബ ഞങ്ങളുടേതാണ് എന്ന് കരുതിയിരുന്നു, എന്റെ ബാബ എന്ന് പറയുന്നു. അതുപോലെ ഫരിഷ്ത എന്നാൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവർ. പല കുട്ടികളും ബ്രഹ്മബാബയെ ബ്രഹ്മാവ് മാത്രം എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സമാനരായ ബ്രാഹ്മണ ആത്മാക്കളിൽ കണ്ടു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദാദിയെ എന്റെ ദാദിയാണെന്ന് എല്ലാവരും അനുഭവം ചെയ്യുന്നുണ്ട്. സർവരോടുമുള്ള സ്വഭാവവും സംസ്കാരവും ഈ ലോകത്തിലിരിക്കുമ്പോഴും വേറിട്ടതും പ്രിയപ്പെട്ടതുമാണ്. എല്ലാവരും അധികാരത്തോടെ എന്റെ ദാദി എന്ന് വിളിച്ചു. എന്താണ് കാരണം? സ്വഭാവത്തിലും സംസ്കാരത്തിലും ലാഘവത്വം ഉണ്ടായിരുന്നു. എല്ലാവർക്കും എന്റേതാണെന്ന അനുഭവം നൽകി. ഉദാഹരണമായിരുന്നു, ജഗദംബയെയും കണ്ടു. എന്നാൽ പലരും അവർ ജഗദംബയായിരുന്നില്ലേ എന്ന് ചിന്തിക്കുന്നു. പക്ഷേ ദാദി താങ്കൾ ബ്രാഹ്മണ പരിവാരത്തെ പോലെ ഒപ്പമുണ്ടായിരുന്നു. ദാദിയോട് പുരുഷാർത്ഥം കേൾക്കുകയോ ചോദിക്കുകയോ ചെയ്താൽ ദാദിയുടെ വായിൽ നിന്ന് സദാ ഒരു വാക്കാണ് വന്നിരുന്നത്, ഇപ്പോൾ കർമാതീതമാകണം. കർമാതീതമാകുന്നതിന്റെ ലഹരിയിൽ ഈ വാക്കുകൾ മറ്റുള്ളവർക്കും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിനാൽ ഓരോ ബ്രാഹ്മണന്റെയും ലക്ഷ്യവും ലക്ഷണവും ഇതായിരിക്കണം. ഉണ്ട്, പക്ഷേ അത് നമ്പർ വാറാണ്. ഈ ലഹരിയുണ്ടാകണം. ഇനി ഫരിഷ്തയാകണം. ഫരിഷ്തയുടെ അർത്ഥമാണ് ഈ ദേഹവും സാകാര ദേഹത്തിൽ നിന്ന് വേറിട്ട് സദാ പ്രകാശത്തിന്റെ ശരീരധാരി. ഫരിഷ്ത എന്നാൽ ഈ കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവ്. ബാപ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുള്ളതാണ്, മുഴുവൻ സൃഷ്ടിയുടെ ചക്രത്തിലും തന്റെ ഓരോ കുട്ടികളും ഓരോ രാജാവാണ്, സ്വരാജ്യ അധികാരിയാണ്. ഇങ്ങനെ ഒരേ ഒരു ബാപ്ദാദ മാത്രമാണ് അഭിമാനത്തോടെ പറയുന്നത്. ഫരിഷ്തയുടെ അർത്ഥമാണ്
സ്വരാജ്യ അധികാരി. അങ്ങനെയുള്ള സ്വരാജ്യ അധികാരി ആത്മാവ് പ്രകാശത്തിന്റെ സ്വരൂപധാരിയാണ്. അങ്ങനെ പ്രകാശത്തിന്റെ ലാഘവത്വ സ്ഥിതിയിലിരുന്ന് മറ്റുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ മസ്തകത്തിൽ നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ആത്മജ്യോതിയുടെ ബോധം കാണപ്പെടും. ഇപ്പോൾ ഈ തീവ്ര പുരുഷാർത്ഥത്തിന്റെ ലക്ഷ്യവും ലക്ഷണവും സദാ ഇമർജാക്കി വെക്കൂ. ഏതുപോലെ ബ്രഹ്മബാബയെ കാണുമ്പോൾ ആരെങ്കിലും കാണുകയോ ദൃഷ്ടി എടുക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ എന്താണ് കാണുന്നത്? അവസാനം അനുഭവപ്പെട്ടു, ബ്രഹ്മബാബ സംസാരിച്ചിരിക്കുമ്പോൾ മധുരമായ അശരീരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമായിരുന്നു. എത്ര സേവനത്തിന്റെ വാർത്തകൾ ഉണ്ടായിരുന്നാലും മറ്റുള്ളവർക്കും സെക്കൻഡിൽ അശരീരിയുടെ അനുഭവം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. ഏതെങ്കിലും മുരളി പരിശോധിച്ചാലും ആവർത്തിച്ച് അശരീരി ആത്മാവാണ്. ആത്മാവിന്റെ പാഠം മുരളിയിൽ എത്ര തവണയാണ് ഓർമ്മിപ്പിക്കുന്നത്? ഇപ്പോൾ സമയത്തിനനുസരിച്ച് ചെറിയ ചെറിയ വിസ്താരത്തിന്റെ കാര്യങ്ങൾ, സ്വഭാവ സംസ്കാരത്തിന്റെ കാര്യങ്ങൾ അശരീരി അവസ്ഥയിൽ നിന്ന് ദൂരെയാക്കുന്നു. ഇനി ഇതിൽ മാറ്റമുണ്ടാകണം. ബാപ്ദാദ കണ്ടു, സേവനത്തിന്റെ ഫലം നല്ലതാണ്. ഭൂരിപക്ഷത്തിനും സേവനത്തിന്റെ ഉന്മേഷവും ഉത്സാഹവും ഉണ്ട്. പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. സന്ദേശം നൽകേണ്ടതും ആവശ്യമാണ്. ബാപ്ദാദ ഇപ്പോഴും വ്യത്യസ്ത വിഭാഗങ്ങളുടെ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ സേവനത്തിന്റെ നല്ല ഫലം കണ്ടു. സേവനത്തിനോടൊപ്പം അശരീരിയാകുന്നതിന്റെ വായുമണ്ഡലം കുറഞ്ഞ പരിശ്രമത്തിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുന്നു. കേൾക്കുമ്പോൾ നല്ലതായി തോന്നുന്നു. എന്നാൽ വായുമണ്ഡലത്തിൽ നിന്ന് അശരീരിയുടെ ദൃഷ്ടിയിലൂടെ അനുഭവം ചെയ്യുന്നത് അനുഭവം മറക്കുകയില്ല. അതിനാൽ ഫരിഷ്തയുടെ ഈണം ഇപ്പോൾ സേവനത്തിൽ കൂട്ടിച്ചേർക്കൂ. ശാന്തിയുടെ, സന്തോഷത്തിന്റെ, സുഖത്തിന്റെ, ആത്മീയ സ്നേഹത്തിന്റെ അനുഭവം എല്ലാവർക്കും ചെയ്യിപ്പിക്കൂ. പെരുമാറ്റത്തിൽ കാണിക്കുന്ന സ്നേഹവും പാലനയും സംബന്ധത്തിലും പരിവാരത്തിലും നിന്ന് അതേ അനുഭവം എടുത്തിട്ട് പോകുന്നു. എന്നാൽ അതീന്ദ്രിയ സുഖത്തിന്റെ അനുഭവം, ശാന്തിയും ആത്മീയ ലഹരിയും ഇപ്പോൾ വായുമണ്ഡലത്തിലും വൈബ്രേഷനിലും കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കൂ. ഏതുപോലെ സംവിധാനത്തിൽ പ്രഭാവിതരായി പോകുന്നുണ്ട്, അതുപോലെ പരിവാരത്തിന്റെ സ്നേഹത്തിന്റെ സംവിധാനം മറ്റെവിടെയും ലഭിക്കില്ല. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ശക്തിയുടെ എന്തെങ്കിലും പ്രാപ്തി ചെയ്യിച്ചിട്ട് പോകണം. ഇപ്പോൾ 70-72 വർഷം പൂർത്തിയാകുകയാണ്. ഇത്രയും സമയത്തെ ഫലങ്ങളിൽ എന്താണ് കണ്ടത്? പരിശ്രമിച്ചിട്ടുണ്ട്. എപ്പോഴും ബ്രഹ്മകുമാരിമാരുടെ പ്രവർത്തനം, ബ്രഹ്മകുമാരിമാരുടെ അറിവ് വളരെ നല്ലതാണ്. ആരാണ് ദാതാവ്? ആരാണ് നടത്തുന്നത്? ഉറവിടം ആരാണ്? നിങ്ങളിൽ നിന്ന് ബാബ എന്ന വാക്ക് കേട്ടിട്ട് പറയുന്നു, ഇവരുടെ ബാബയാണ്. പക്ഷേ എന്റെ ബാബ ഇതാണ്. ബാബയുടെ പ്രത്യക്ഷത ഇപ്പോൾ ഗുപ്ത രൂപത്തിലാണ്. ബാബ ബാബ എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്റെ ബാബ, ഞാൻ ബാബയുടേതാണ്, ബാബ എന്റേതാണ്. ഇത് കോടിയിൽ ചിലരാണ് പറയുന്നത്. അപ്പോൾ സംഗമയുഗത്തിന്റെ ലക്ഷ്യം എന്താണ്? ആത്മാക്കളാകുന്ന നമ്മുടെ ബാബ വന്നിരിക്കുകയാണ്. ബാബയിലൂടെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. ഈ പ്രഭാവം ഫരിഷ്ത സ്ഥിതിയിലൂടെ അന്തരീക്ഷത്തിൽ വ്യാപിക്കും. ഇവരുടെ ദൃഷ്ടിയിലൂടെ വെളിച്ചം ലഭിക്കുന്നു. ഇവരുടെ ദൃഷ്ടിയിൽ ആത്മീയതയുടെ വെളിച്ചം കാണപ്പെടുന്നു. ഇപ്പോൾ തീവ്ര പുരുഷാർത്ഥത്തിന് ഈ ലക്ഷ്യം വയ്ക്കൂ. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും
ഫരിഷ്തയുടെ സ്വരൂപത്തിന്റെ അനുഭവം വർദ്ധിപ്പിക്കൂ. സെക്കൻഡിൽ ഏതെങ്കിലും സങ്കല്പം സമാപ്തമാക്കുന്നതിനായി സ്വഭാവ സംസ്കാരങ്ങളിൽ ഡബിൾ ലൈറ്റ് ആകൂ. പല കുട്ടികളും പറയുന്നു, ഞങ്ങൾ ലാഘവത്തോടെയാണ് ഇരിക്കുന്നത്, എന്നാൽ മറ്റുള്ളവർ ഞങ്ങളെ അറിയുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. ഡബിൾ ലൈറ്റിന്റെ പ്രകാശം എങ്ങനെ മറയ്ക്കാൻ കഴിയും? ടോർച്ച് പോലുള്ള സ്ഥൂലമായ ചെറിയ വെളിച്ചമായാലും തീപ്പെട്ടിക്കൊള്ളിയുടെ വെളിച്ചമായാലും എല്ലായിടത്തും കാണപ്പെടും, മറഞ്ഞിരിക്കില്ല. ഇത് ആത്മീയ വെളിച്ചമാണ്. നമ്മുടെ വായുമണ്ഡലത്തിലൂടെ അവർക്ക് അനുഭവം നൽകൂ ഇവരാരാണ് എന്ന്. ജഗദംബയോ ദാദിയോ എന്നെ അറിയില്ല എന്ന് പറയുന്നില്ല. തന്റെ വായുമണ്ഡലത്തിലൂടെ സർവരുടെയും പ്രിയപ്പെട്ടവരായി മാറി. അതിനാലാണ് ദാദിയുടെ ഉദാഹരണം നൽകിയിരിക്കുന്നത്. കാരണം ബ്രഹ്മബാബയ്ക്ക് പോലും ശിവബാബ ബ്രഹ്മബാബയിൽ ഉണ്ടായിരുന്നെന്ന് നമ്മൾ ചിന്തിക്കുന്നു. ശിവബാബയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ശിവബാബ നിരാകാരനാണ്, വേറിട്ടതും നിരാകാരനുമാണ്. നമ്മൾ സ്ഥൂല ശരീരധാരികളാണ്. ഇത്ര വലിയ സംഘടനയിലാണ് ജീവിക്കുന്നത്. സംസ്കാരങ്ങളെ യോജിപ്പിക്കുന്നതിന്റെ അർത്ഥമാണ് ഫരിഷ്ത ആകുക. സംസ്കാരങ്ങളെ കണ്ട് പല കുട്ടികളും നിരാശരാകുന്നു. ബാബ വളരെ നല്ലതാണ്, ബ്രഹ്മബാബ വളരെ നല്ലതാണ്, ജ്ഞാനം വളരെ നല്ലതാണ്, പ്രാപ്തികൾ വളരെ നല്ലതാണ്. സംസ്കാര സ്വഭാവം യോജിപ്പിക്കുന്നതിന്റെ അർത്ഥമാണ് സർവരുടെയും പ്രിയപ്പെട്ടവരാകുക. ചിലരുടെ പ്രിയപ്പെട്ടവരല്ല. കാരണം പല കുട്ടികളും പറയുന്നു, ചിലരുടെ വിശേഷതകൾ കാണുമ്പോൾ തന്നെ സ്നേഹമുണ്ടാകുന്നു. ഇവരുടെ സംസാരം നല്ലതാണ്, ഇവരിൽ ഇന്ന വിശേഷത വളരെ നല്ലതാണ്, വാക്കുകൾ വളരെ നല്ലതാണ്. ഫരിഷ്തയാകുന്നതിന് ഇത് തടസ്സമാകുന്നു. പ്രിയപ്പെട്ടവരാക്കൂ. ആത്മാവാകുന്ന ഞാൻ വേറിട്ടതാണ്. വേറിട്ട അവസ്ഥയിലിരുന്ന് പ്രിയപ്പെട്ടവരാകൂ. വിശേഷത കാരണം പ്രിയപ്പെട്ടവരല്ല. ഇവരുടെ ഈ ഗുണം എനിക്കിഷ്ടമാണ്, അത് ധാരണ ചെയ്തുകൊള്ളൂ. അത് കാരണം മാത്രം സ്നേഹിയാകുന്നത് തെറ്റാണ്. ഫരിഷ്ത എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഓരോരുത്തർക്കും എന്റേത് എന്നാണ് പറയുക. സ്വന്തമാണ് എന്ന അനുഭവമുണ്ടാകും. അങ്ങനെയുള്ള ഫരിഷ്ത അവസ്ഥയിൽ രണ്ട് കാര്യങ്ങളാണ് വിഘ്നമുണ്ടാക്കുന്നത്. ഒന്ന് ദേഹബോധമാണ്. ദേഹബോധവും ദേഹാഭിമാനവും. ജ്ഞാനത്തിൽ എത്രമാത്രം മുന്നോട്ടു പോകുന്നുവോ ഇടയ്ക്ക് തന്നോടുള്ള ദേഹാഭിമാനം വരുന്നു. ആ ദേഹാഭിമാനം താഴ്ത്തുന്നു. എന്ത് ദേഹാഭിമാനമാണ് വരുന്നത്? ഏതൊക്കെ വിശേഷതയാണോ ഉള്ളത് ആ വിശേഷതകൾ കാരണം അഭിമാനമുണ്ടാകുന്നു. ഞാനും ചെറുതല്ല, എല്ലാവർക്കും എന്റെ സംസാരം ഇഷ്ടമാണ്, എന്റെ സേവനത്തിന്റെ പ്രഭാവം ഉണ്ടാകുന്നു. ഏത് കലയും ഞാൻ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ നല്ലതാണ്. എന്റെ കോഴ്സ് നടത്തുന്ന രീതി വളരെ നല്ലതാണ്. ഈ അഭിമാനം സേവനത്തിലോ പുരുഷാർത്ഥത്തിലോ മുന്നോട്ടു പോകുന്നവർക്ക് അഭിമാനത്തിന്റെ രൂപത്തിൽ വരുന്നു. ഇതും പരിശോധിക്കണം. അഭിമാനമുള്ള ഒരാൾ അഭിമാനിക്കുന്നു എങ്കിൽ അത് പരിശോധിക്കുന്നതിനുള്ള വിധിയാണ്. അഭിമാനമുള്ളവരെ ചെറുതായെങ്കിലും അപമാനിച്ചാൽ അവരുടെ ചിന്തകളുടെ, അഭിപ്രായത്തിന്റെ, കലയുടെ, കൈകാര്യം ചെയ്യുന്നതിന്റെ അപമാനം പെട്ടെന്ന് അനുഭവപ്പെടും. അപമാനം അനുഭവപ്പെട്ടാൽ അതിന്റെ സൂക്ഷ്മ അടയാളമായി അഹങ്കാരം, ക്രോധത്തിന്റെ അംശം ഉണ്ടാകുന്നു. അത് നിങ്ങളെ ഫരിഷ്തയാകാൻ അനുവദിക്കില്ല. വർത്തമാന സമയമനുസരിച്ച് ബാപ്ദാദ വീണ്ടും നിങ്ങൾക്ക് സൂചന നൽകുന്നു. സംഗമയുഗത്തിന്റെ അവസാനത്തെ സ്വരൂപമായ
ഫരിഷ്ത സ്വരൂപം ഇപ്പോൾ ജീവിതത്തിൽ പ്രത്യക്ഷമാക്കൂ, സാകാരത്തിൽ കൊണ്ടുവരൂ. ഫരിഷ്തയാകുന്നതിലൂടെ അശരീരിയാകാൻ വളരെ സഹജമാണ്. നിങ്ങളുടെ വിശേഷതയോടോ മറ്റുള്ളവരുടെ വിശേഷതയോടോ സൂക്ഷ്മരൂപത്തിൽ ഏതെങ്കിലും മോഹമോ അഭിമാനമോ ഇല്ലല്ലോ എന്ന് സ്വയം പരിശോധിക്കണം. സന്തോഷകരമായ ഹൃദയം, സന്തോഷകരമായ മുഖം. അതിനു പകരം ദുഃഖത്തിന്റെയോ വ്യാകുലതയുടെയോ മുഖം വരുമ്പോൾ മുന്നോട്ടു പോകവേ നിരാശരാകുന്നു. സന്തോഷിക്കുന്നതിന് പകരം ഹൃദയം തകർന്നവരാകുന്നു. അപ്പോൾ മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളുടെ സംഗമയുഗത്തിന്റെ അവസാന സ്ഥിതിയായ ഫരിഷ്ത സ്ഥിതിയുടെ സംസ്കാരം ഇമർജ് ചെയ്യൂ. ബ്രഹ്മാവിനെ കണ്ടതുപോലെ ഫോളോ ചെയ്യണം. പല കുട്ടികൾക്കും അനുഭവമായതാണ്. വാർത്തകൾ കേൾപ്പിക്കാൻ വന്നു, പക്ഷെ സംസാരിക്കുമ്പോഴും വാർത്തകൾക്കപ്പുറം ശബ്ദത്തിനുപരിയായ സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നത് കണ്ടു. പല കാര്യങ്ങളുടെയും വാർത്തകൾ കേൾപ്പിക്കുന്നതിനും ഇത് പറയണം, ഇത് ചോദിക്കണം എന്നൊക്കെ വളരെ കാര്യങ്ങളുടെ പ്ലാൻ തയ്യാറാക്കി വരും. പക്ഷെ വരുമ്പോൾ ചോദിക്കാനുള്ളതും അവർ മറക്കും. ഇതാണ് ഫരിഷ്ത അവസ്ഥ. ഇന്ന് പഠിച്ച പാഠം എന്താണ്? ഞാൻ ആരാണ്? ഫരിഷ്ത. ആരുടെയെങ്കിലും വാക്കുകളാൽ, ആരുടെയെങ്കിലും വിശേഷതകളുമായി, അല്ലെങ്കിൽ സ്വന്തം വിശേഷതകളിൽ നിന്ന് ഉപരിയായി ഡബിൾ ലൈറ്റ് ഫരിഷ്ത ആകണം. കാരണം ഫരിഷ്തയാകാതെ ദേവതയുടെ ഉയർന്ന പദവി കിട്ടില്ല. കുട്ടികളായി മാറിയതിനാൽ സത്യുഗത്തിൽ വരും, സമ്പത്ത് കിട്ടും, പക്ഷേ ശ്രേഷ്ഠ പദവി കിട്ടില്ല. ഒരുമിച്ചിരിക്കും, ഒരുമിച്ച് ഭരിക്കും എന്നതാണ് വാഗ്ദാനം. സിംഹാസനത്തിൽ ഇരുന്നില്ലെങ്കിലും രാജ്യാധികാരിയാകും. അവിടുത്തെ രാജ്യസഭ കണ്ടിട്ടുണ്ടോ? ആരൊക്കെയാണോ രാജ്യസഭയുടെ അധികാരികൾ എല്ലാവരും തിലകവും കിരീടവും അണിയുന്നു. രാജ്യത്തിന്റെ തിലകവും രാജ്യത്തിന്റെ അടയാളവുമാണ് കിരീടം. വളരെ കാലമായി സ്വരാജ്യാധികാരികൾ, ഇടയ്ക്കിടെ മാത്രമല്ല, വളരെ കാലമായി സ്വരാജ്യാധികാരി സിംഹാസനത്തിൽ ഇരുന്നില്ലെങ്കിലും അവർ രാജകുടുംബത്തിന്റെ അധികാരിയായി മാറുന്നു. ശരി, ഇന്നാദ്യമായി വന്നവർ എഴുന്നേറ്റ് നിൽക്കൂ. ശരി, സഭയുടെ 3/4 പേരും എഴുന്നേറ്റിട്ടുണ്ട്. ശരി, ആദ്യമായി വന്നിട്ടുള്ളവർക്ക് എല്ലാ കുട്ടികൾക്കും ആദ്യ ജന്മത്തിന്റെ ബാബയുമായി ആദ്യമായി കണ്ടുമുട്ടിയതിന് അഭിനന്ദനങ്ങൾ. വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ വരദാനമാണ്. വന്നത് ടു ലേറ്റ് സമയത്താണ്. വന്നിരിക്കുന്ന എല്ലാ കുട്ടികൾക്കുമായുള്ള പ്രത്യേക വരദാനമാണ്. മുന്നോട്ട് എങ്ങനെ പോകും എന്നൊരിക്കലും ചിന്തിക്കരുത്. ടു ലേറ്റായി വരുന്നവർക്ക് ഇപ്പോൾ വൈകി വന്നിരിക്കുകയാണ്, പക്ഷേ വളരെയധികം വൈകിയിട്ടില്ല. ഇപ്പോൾ പ്രത്യേകമായി ബാപ്ദാദയും ബ്രാഹ്മണ പരിവാരത്തിലെ വിശേഷമായി നിമിത്തമായിരിക്കുന്ന സഹോദരീ സഹോദരന്മാരുടെയും പ്രത്യേകമായുള്ള സഹയോഗത്തിന്റെ ഭാവന ഉണ്ട്. നിങ്ങൾ കുറച്ചു സമയത്തിലെ ഓരോ നിമിഷവും സഫലമാക്കണം. കാരണം കുറവ് സമയത്തിൽ കൂടുതൽ നേടണം. ഒരു സെക്കൻഡ് പോലും വ്യർത്ഥമാക്കി കളയരുത്. കർമ്മയോഗിയായി മുന്നോട്ടു പോകണം. കർമ്മം ഉപേക്ഷിക്കരുത്. പക്ഷെ കർമ്മത്തിൽ യോഗം കൂട്ടിച്ചേർക്കണം. കർമ്മത്തിന്റെയും യോഗത്തിന്റെയും സന്തുലനം വയ്ക്കണം. സന്തുലനം വരുമ്പോൾ കൂടുതൽ സഹയോഗം ലഭിക്കും. ആരെല്ലാമാണോ വൈകി വന്നവർ ടു ലേറ്റ് ഭാവിയിലാകും. നിങ്ങൾക്ക് അവസരമുണ്ട്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ പുരുഷാർത്ഥം ചെയ്യാൻ കഴിയും. ബാപ്ദാദ വരദാനം നൽകുകയാണ്. ധൈര്യമുള്ള കുട്ടികൾക്ക് ബാബയുടെ സഹായം ലഭിക്കും. എല്ലായിടത്തുമുള്ള കുട്ടികൾക്ക് ബാബയുടെ ഹൃദയത്തിന്റെ ആശീർവാദങ്ങൾ
കോടിമടങ്ങ് അഭിനന്ദനങ്ങളും ആശംസകളും നൽകുകയാണ്. വന്നിട്ടുള്ളവരും കത്തുകളും ഇമെയിലും അയക്കുന്നവരുടെയും സെക്കൻഡിനേക്കാൾ കുറഞ്ഞ സമയത്തിൽ ബാബ്ദാദയുടെ അടുത്ത് എത്തിച്ചേരുന്നു. അവർക്കും ബാബ്ദാദയ്ക്കായി ദാഹിക്കുന്ന ആത്മാക്കൾക്ക് അടിയും കഴുത്തിലെ മാലയാക്കുന്ന ബന്ധനത്തിലുള്ളവർക്ക് അങ്ങനെയുള്ള ആത്മാക്കൾക്കും സ്നേഹസ്മരണകൾ. ഇപ്പോൾ ഉയർന്നു വരുന്ന പുതിയ സ്നേഹി ആത്മാക്കൾക്ക് എന്നാൽ കുറച്ചു പേരാണ്. സ്നേഹവും സഹകരണവും ഇരട്ടിയാകണം. നാനാഭാഗത്തെയും ചെറുപ്പക്കാരും വൃദ്ധരും കുട്ടികളും അമ്മമാരും പാണ്ഡവരും എല്ലാവർക്കും ആശംസകൾ. ശരി. വരദാനം. സാകാരവും നിരാകാരവുമായ അച്ഛന്റെ കൂട്ടുകെട്ടിലൂടെ ഓരോ സങ്കല്പത്തിലും വിജയിയാകുന്ന സദാ സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. ഏതുപോലെ നിരാകാര ആത്മാവും സാകാര ശരീരവും രണ്ടും ചേർന്ന് ഓരോ കാര്യവും ചെയ്യാൻ സാധിക്കും, അതുപോലെ നിരാകാരനും സാകാര ബാബയും രണ്ടുപേരോടും ഒപ്പം രണ്ടുപേരെയും മുന്നിൽ വെച്ച് കർമ്മവും സങ്കല്പവും എടുക്കുകയാണെങ്കിൽ സഫലതാമൂർത്തിയായി മാറും. ബാബ്ദാദ സന്മുഖത്തുണ്ടെങ്കിൽ തീർച്ചയായും ബാബയോട് സ്ഥിരീകരിച്ച് നിശ്ചയവും നിർഭയതയോടും കൂടി ചെയ്യും. ഇതിലൂടെ സമയവും സങ്കല്പവും ലാഭിക്കാം. ഒന്നും വ്യർത്ഥമായി പോകില്ല. ഓരോ കർമ്മവും സ്വതവേ സഫലമാകും. സ്ലോഗൻ: ആത്മീയ സ്നേഹം സമ്പത്തിനേക്കാളും വിലപ്പെട്ടതാണ്. അതിനാൽ മാസ്റ്റർ സ്നേഹസാഗരമാകൂ. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിന്റെയും വിശേഷതയിലൂടെ സഫലതാ സമ്പന്നരാകൂ. ധർമ്മത്തിന്റെ അധികാരമുള്ളവർക്ക് മുന്നിൽ പവിത്രതയുടെ ശക്തിയും രാജ്യാധികാരത്തിന്റെ മുന്നിൽ ഏകതയുടെ ശക്തിയും തെളിയിക്കുക. ഈ രണ്ട് ശക്തികളെ തെളിയിക്കുമ്പോൾ ഈശ്വരീയ ശക്തിയുടെ പതാക വളരെ സഹജമായി ഉയർത്തപ്പെടും. ഇപ്പോൾ ഇവ രണ്ടിലും പ്രത്യേക ശ്രദ്ധ നൽകണം. എത്രത്തോളം പവിത്രതയുടെയും ഐക്യത്തിന്റെയും ശക്തിയിലൂടെ അവരുടെ സമീപത്തേക്ക് ചെല്ലുന്നുവോ അത്രയും അവർ സ്വയം നിങ്ങളെ തന്നെ വർണ്ണിക്കാൻ തുടങ്ങും. ഓം ശാന്തി.